Cheers. Cheers. നല്ല അസൽ ഇറ്റാലിയൻ വൈൻ. സിംസാരം വേണോ കൊച്ചു? മെത്രാനച്ചൻ വത്തിക്കാനിന്ന് കൊണ്ടുവന്നതാ. അത് ശരി. അപ്പൊ മെത്രാച്ചനുമായിട്ട് ഇത്ര അടുപ്പമുണ്ടായിട്ടാണോ അച്ഛൻ ഈ കാട്ടുമുക്കി വന്ന് കിടക്കുന്നത്? മെത്രാനച്ചൻ എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. പിന്നെന്താ ഇത്രയും വില കൂടെ വൈനൊക്കെ തരുന്നത്? ആര് തന്നു? നാണം കെട്ട് ഞാൻ ചോദിച്ചു, എന്നിട്ടും തന്നില്ല. പിന്നെ കുന്തം. എടോ, നമ്മളൊരു സാധനം കൊതി കയറി ചോദിച്ചു എന്നിരിക്കട്ടെ, അയാള് തന്നില്ല, താൻ എന്ത് ചെയ്യും? പിടിച്ചോടിക്കും. ആ, ഞാനും അതേ ചെയ്തുള്ളൂ. പിടിക്കാതെ പറിച്ചു. ഓ, ഇത് ഇസ്കിയതാണല്ലേ? മോഷണം. വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഇയാള് സിനിമാ വിശേഷങ്ങൾ പറയടോ. തനിക്ക് എവിടെന്നാ ഈ ഫാൻഡം എന്നുള്ള പേര് കിട്ടി? വീരുദേവകൻ തന്നതാ, ഫൈറ്റ് മാസ്റ്റർ. നമ്മുടെ അജയ് ദേവകന്റെ ഫാദർ. അച്ഛൻ ഈ ഫാൻഡം കോമിക്സ് വായിക്കാറില്ലേ? നല്ല അച്ഛൻ ഇടിക്കാരനാ ഫാൻഡം. മനോരമൻ ഉണ്ടല്ലോ എല്ലാ ഞായറാഴ്ചയും. പള്ളിയില് മനോരമയല്ല, ദീപികയാ. അയ്യോ കഷ്ടം, മറ്റു പത്രങ്ങൾ കൂടി വായിക്കണ്ടേ? എടോ, കളിച്ച് കളിച്ച് ഞങ്ങളുടെ പ്രിസ്റ്റേജ് കയറി പിടിക്കല്ലേ. താൻ ആളൊരു വിടുവായനാണെന്ന് തന്റെ മോന്തയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കൈ ആരാ ചവിട്ടി ഓടിച്ചത്? साले, तुम इसको लेके जाएंगे? नायक जरूर. विलन, तुम सोच से मेरे अड्डे से इसको ले जाएंगे? नायक, तेरे से भी बड़ा बड़ा शेर का अड्डे से हम बकरा को बचाएगा. विलन, देख तुम कर सकता क्या? नायक, हम माँ का दूध पिया तो इन दिन खून होगा, तो इसको हम लेके जाएगा. താൻ ഇതിൽ ഏത് റോളാ? ഹീറോ. ഹീറോയോ? ഹീറോയുടെ ഡൂപ്പ്. അയ്യോ, അപ്പൊ ഹീറോ ഒരു പേടിത്തൊണ്ടനാണല്ലേ? അവന്റെ പേടിയല്ലേ അച്ചോ എന്റെ കഞ്ഞുകുടി. മുഴുത്തവന്റെ കഴപ്പല്ലേ എളിയവന്റെ പിഴപ്പ്. സമയം കളയാതെ കൈയൊടിഞ്ഞതിന്റെ ഫ്ലാഷ് ബാക്ക് പറയടാ പൈലി. ഫ്ലാഷ് ബാക്ക്. ആ, ഫ്ലാഷ് ബാക്ക്. नेक्स्ट शूट शॉट सर. बैटर को बुलाओ. बैटर रेडी? हाँ जी रेडी. रैंडम टेक. रेडी मास्टर. Very good. Well done, Phantom. Thank you. അപ്പോ പിടിയും വലിയും ഉരുട്ടിപ്പിടുത്തം മുഴുവനും ഡ്യൂപ്പിന്. നായകൻ പാവം, അവന് പാട്ടും ഡയലോഗും മാത്രം. വല്ല ബലാത്സംഗം ഉണ്ടേല് അത് മറ്റവൻ ചെയ്യും. വില്ലൻ. നീ വില്ലന് ഡ്യൂപ്പിടാറുണ്ടോ പൈലി? നീ എനിക്ക് സ്വന്തം അനിയനെ പോലെയാ. നിനക്ക് സ്വർഗത്തിൽ പോണമെന്നുണ്ടോ? ആഹാ, അപ്പൊ ഇനി കുപ്പി വേറെ ഉണ്ടോ? എങ്കിൽ പിന്നെ ഇന്ന് സ്വർഗത്തിൽ പോയിട്ട് തന്നെ കാര്യം. കുപ്പിയുടെ ഇതാ സ്വർഗ അല്ലട മോനെ, സാക്ഷാൽ സ്വർഗരാജ്യം. അതെങ്ങനെ പോവും? ഞാനിപ്പോ മരിക്കണം. മരിക്കാതെ പോവാം. എങ്ങനെ? നീ ഒന്ന് കുമ്പസാരിച്ചാ മതി. പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് വിശദമായിട്ടൊന്ന് കുമ്പസാരിച്ച ഈ നിമിഷം തന്നെ നിനക്ക് സ്വർഗത്തിൽ പോവാം. പാവങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് അച്ഛനോട് പറയണം. പരമാവധി വിശദീകരിച്ചോ, അതാണ് അതിന്റെ ശരി. കൊച്ചോ, എന്തോ അച്ഛൻ അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. ഏ? സിനിമാക്കാരന്റെ പാവങ്ങൾ കേട്ട് കത്തനാരിപ്പം സൂഹിക്കണ്ട. നീ അതവിടെ വെച്ചേ. കുമ്പസാരിക്കാത്തവനും കുർബാന കൈക്കൊള്ളാത്തവനും ഒന്നും പറഞ്ഞിട്ടുള്ള പണിയല്ല ഇത്. ഇത് അച്ഛനെ വല്യച്ഛന്റെ അങ്ങേരാ എന്നെ പഠിപ്പിച്ചേ. ഞാൻ പഠിച്ചു വന്നപ്പോഴേക്കും അങ്ങേര് ഇത് പോയിട്ട് ഒരു പീപ്പി പോലും ഊതാൻ പറ്റാത്ത പരുവത്തിലായി. അച്ഛനെ ഒന്ന് വായിച്ചേ. ഞാൻ വായിക്കണം? ഒന്ന് വായിക്കേ, ഫയലൊന്ന് കേക്കട്ടോ. Sorry, mate. Good morning.
യോ ഇതാരെയാ എന്നെയാണോ വിളിച്ചേ? ആ, പേര് മറിയെന്നാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ സോണിയെന്നേ വിളിക്കും. യോ இந்த உடம்புக்கு மரிய ஒத்து வராது. சோனி தான் கரெக்ட். മറിയ കിറിയ പെണ്ണമ്മ കിണ്ണമ്മ ഗാത്രി ഗീത്രി അലി ഗൂലി അങ്ങനെ കുറെ അലമ്പ് പേരുകളുണ്ട് നമ്മുടെ സത്യക്രിസ്ത്യാനികൾ നാണം കെടുത്താനായിട്ട്. നല്ല ചക്കക്കുരു പോലെ ഇരിക്കുന്ന ഇതുപോലത്തെ പെമ്പിള്ളേർക്ക് കാർന്നുമാർ ചില അലന്ന പേരിടും. നമ്മുടെ മിസ് കുമാരി അല്ലേ, നമ്മുടെ പഴയകാലത്തെ നായിക, അവരുടെ ഒറിജിനൽ പേരെന്താണെന്നറിയോ? ത്രേസ്യ. മിസ് കുമാരിന്നെങ്ങാനും പേരിട്ടില്ലായിരുന്നു കാണായിരുന്നു. എന്തിനാ എല്ലാവരെയും പറയുന്നേ? എന്റെ കാര്യം എടുക്ക്. പൈലി കഞ്ഞി കിട്ടുന്ന പേരാന്നോ? ഈ പേര് കേട്ടാ എന്നാ തോന്നും? വല്ല മുച്ചീട്ട് കളിക്കാരനോ കല്യാണ ഇടക്കാരനാണെന്നല്ലേ തോന്നുള്ളൂ. ഏതായാലും സിനിമാ നടനാണെന്ന് തോന്നുകയല്ലേ? തിരിച്ചമ്മ ചോദിച്ചേ. അനിൽ കപൂർ, സഞ്ജയ് ദത്ത്, സണ്ണി ഡിയോള്, ജാക്കി ഷ്രോഫ് ഇങ്ങനെയുള്ള ചെത്ത് കുണ്ടന്മാരെ തിളങ്ങി നിൽക്കുന്ന സമയത്താ ഞാൻ ഈരാറ്റുപേട്ടയെന്ന് കുറ്റിയും പറിച്ചോണ്ട് ബോംബെയിലോട്ട് പോകുന്നു. ഇതിനേക്കാളും കോലം കെട്ട കോലമായിരുന്നു കേട്ടോ. ഇതത്ര കോലം കെട്ട കോലൊന്നുമല്ല, നേരത്തെ പറഞ്ഞവരെക്കാളൊക്കെ കൊള്ളാം. ഇത് സോണിയമ്മ മാത്രമല്ല, കൊള്ളാവുന്ന പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹേമ പറഞ്ഞിട്ടുണ്ട്. പിള്ളേച്ചന്റെ അടുത്തയോ? അയ്യ, അവള് വിത്തക്കാടി. ഇത് സാക്ഷാൽ ഹേമ, പഴയ ഡ്രീം ഗേൾ ഹേമാമാലിനി. ധരംജി കേക്കാ പറഞ്ഞു കേട്ടോ. അങ്ങാനെങ്ങാനും കേട്ടിരുന്നെങ്കിൽ പിന്നെ ഞാൻ അതിയാനോട്ട് വക്കാണത്തിന് പോയിട്ട്. അപ്പൊ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാ, ഈ പൈലിയുടെ കൂടെ ഒരു ഫാൻഡം കൂടെ കിട്ടിയതിൽ പിന്നെ സ്റ്റണ്ടിന് പോലും എനിക്കൊരു ചാൻസ് കിട്ടിയത്. ഓ, ഈ കാട്ടുമുക്കി കിടക്കുന്ന ഞാൻ ഇനി പേര് മാറ്റിയിട്ട് എന്നാ സ്റ്റണ്ട് കാണിക്കാനാ? ഒരു കപ്പ്യാരുടെ കൈക്ക് വന്ന് പെട്ടുപോയില്ലയോ? അങ്ങനെ പെട്ടുപോയിട്ട് മറ്റുമില്ല, നിരൂപിച്ച പല സ്റ്റണ്ടുകളും ഇനി നടത്താം. ആ, ഞാനല്ലേ പറയുന്നത്. ഇതാരും ദേവസേച്ചനോ? അപ്പൊ സോണിയാമേ, ഞാൻ പോയിട്ട് പുള്ളിക്കാരൻ ഇല്ലാത്തപ്പം വരാം. നമുക്ക് സമാധാനമായിട്ട് വല്ല മിണ്ടിയും പറഞ്ഞിരിക്കാമല്ലോ. കഴിഞ്ഞ ദിവസം തന്ന അത്താഴത്തിന് നന്ദി പറയായിരുന്നു. പെണ്ണുങ്ങൾക്കുള്ളത് പെണ്ണുങ്ങൾക്ക് കൊടുക്കണമെന്നാണല്ലോ പ്രമാണം. എന്നിട്ട് കൊടുത്തോ? ആ, ധൃതി പിടിക്കുന്ന എന്തിനാ ദേവസ്യേച്ച? കുറേശ്ശെ കുറേശ്ശായിട്ട് കൊടുക്കാമല്ലോ. ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? സോണിയാമേ പോട്ടെ. അങ്ങനെ ആട്ടെ. എന്നതാടിയാവും വിളിച്ചത്? സോണിയാന്ന്. ഓഹോ, അപ്പൊ ചെല്ലപ്പേര് വിളിക്കുന്ന പരുവം വരെ എത്തി. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് 1 മണിക്കൂർ കൂടി ആയില്ലല്ലോടി. അവൻ വരുന്ന എന്തിനാണെന്നറിയാവോ? ഇനിയും വരുന്ന എന്തിനാണെന്നറിയാവോ? വെറുതെ സംസാരിച്ചിരിക്കാനല്ലടി കഴുതേ. അതെനിക്കറിയാം. ഓഹോ, അറിയാവോ? എന്നാ പറ, എന്തിനാ? ഒന്ന് ചുമ്മാ ഇരി മനുഷ്യനെ, പിന്നെ പറയാം. ചെറുക്കൻ കേൾക്കുന്നു. അപ്പൊ ചെറുക്കനെ കേൾക്കാൻ കൊള്ളാത്ത ഇടപാടിനാ വന്നത്. എന്റെ കർത്താവേ, ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സകല മാരണങ്ങളും ആദ്യമായി വന്നു കയറുന്നത് ഈ കരയിലേക്കാണല്ലോ. ഉരുൾപൊട്ട്, ഭൂമി ഉലുക്കം, പേമാരി, പെരുമാള്, ഇപ്പൊ ഫാൻറ്റം പൈലി.